രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തതാണ് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ ഓർ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ. രണ്ടാമത്തെ ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ ഓർ ഹാർഡ് സൂപ്പർ കണ്ടക്ടർ. ഓക്കെ, ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന ഒന്നാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം, അതായത് മീസ്നർ എഫക്റ്റ് വാലിഡ് ചെയ്യുന്ന ഒരു സൂപ്പർ കണ്ടക്ടറാണ് എന്ത് ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബിലോ HC ആണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ബിലോ HC ആണെങ്കിൽ സൂപ്പർ കണ്ടക്ടറും ഗ്രേറ്റർ ദാൻ HC ആണെങ്കിൽ അത് നോർമൽ കണ്ടക്ടറുമായിട്ടും ബിഹേവ് ചെയ്യുന്ന ഒരു തരം മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് എന്ത്, അതായത് ടൈപ്പ് മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് എന്ത് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു കർവ് നമ്മൾ വരക്കാന്ന് വെച്ചാൽ, ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് ഈസ് ദ മാഗ്നറ്റിസേഷൻ. ഓക്കെ, -m ആയിട്ടും കൊടുക്കാം. അപ്പോൾ ബിലോ HC ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറവാണെങ്കിൽ ദസ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് കൂടിക്കൂടി വരും. അപ്പോൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് m/h വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. എബവ് HC ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കർവ് വരുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണെങ്കിൽ ദാറ്റ് ഷോ ദ സൂപ്പർ കണ്ടക്ടർ, അതായത് ഈ ഇതെന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടറാണ്, ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ കണ്ടക്ടർ ആയിരിക്കും. ഇതാണ് എന്ത് സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടക്ടർ മീസ്നർ എഫക്റ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി വാലിഡ് ചെയ്യുന്നുണ്ട്. മീസ്നർ എഫക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വാലിഡ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. ഇനി റിവേഴ്സിലും എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് നടക്കാം. മാഗ്നറ്റിക് ഫീൽഡ് കുറക്കുന്ന സമയത്തും നോർമലിൽ നിന്ന് സൂപ്പർ കണ്ടക്ടറിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സും ഇതിലെന്താണ്, അതായത് ഇത് റിവേഴ്സിബിൾ പ്രോസസ്സും കൂടിയാണ്. ഇനി മാത്രമല്ല ഇതിന് ലോ വാല്യൂ, അതായത് HCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കിട്ടുന്നത് 0.1 ടെസ്ല എന്ന പോലത്തെ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക നോർമലി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു ലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിന് ഈ സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടറിന് വരുന്നുള്ളൂ. ഓക്കെ, മെയിനായിട്ട് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിനിയം മെറ്റീരിയൽ, സിങ്ക്, മെർക്കുറി, ടിൻ, ലെഡ് പോലത്തെ മോളിക്യൂൾസ് മെറ്റൽസ് ആയിരിക്കും കൂടുതലും ഈ ഒരു സോഫ്റ്റ് സൂപ്പർ കണ്ടക്ടർ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. ഓക്കെ, ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന ഒന്നല്ല. അതായത് ഒരു HC1 എന്ന് പറയുന്ന രണ്ട് ക്രിട്ടിക്കൽ ഫീൽഡാണ് ഇവിടെ വരുന്നത്. HC1ഉം HC2ഉം എന്ന് പറയുന്ന രണ്ട് ഫീൽഡ്. ഓക്കെ, അപ്പോൾ HC1 HC2 എന്ന് പറയുന്നത് വെരി ലാർജ്. ഓക്കെ, അപ്പോൾ HC1 വരെ അതെന്തായിരിക്കും, ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. HC1 വരെ, അതായത് സൂപ്പർ കണ്ടക്ടറിൻ്റെ സ്റ്റേജ് ആയിരിക്കും ഇവിടെ കാണിക്കുക. ഏകദേശം 0.1 ടെസ്ല ആയിട്ടായിരിക്കും ഉണ്ടാവുക. HC2 എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് അപ്രോച്ച് ടു ഏകദേശം 30 ടെസ്ല 30 ടെസ്ല ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ഒരു മെറ്റൽസിൻ്റെ കേസിൽ. അപ്പോൾ അതുവരെ ഇതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മെറ്റലായിട്ടായിരിക്കും, അതായത് മിക്സ്ഡ് സ്റ്റേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഒരു മിക്സ്ഡ്, അതായത് സൂപ്പർ കണ്ടക്ടറും അല്ല നോർമൽ കണ്ടക്ടറും അല്ല, ഒരു മിക്സ്ഡ് സ്റ്റേജ്. എബവ് HC2 അതെന്തായിരിക്കും, നോർമലായിരിക്കും. അപ്പോൾ ഇവിടെ 3 സ്റ്റേജാണ് വരുന്നത്. സൂപ്പർ കണ്ടക്ടർ, അതായത് 0 to HC1 വരെ സൂപ്പർ കണ്ടക്ടറാണ്. HC1 മുതൽ HC2 വരെ മിക്സ്ഡ് ആയിരിക്കും. ദെൻ HC2നേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും, നോർമലായിരിക്കും. ഈ മിക്സ്ഡ് സ്റ്റേജ് വരുന്നതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്, വോർട്ടെക്സ് സ്റ്റേജ് അല്ലെങ്കിൽ വോർട്ടെക്സ് റീജിയൻ എന്നാണ് അതിന് പറയുക. അതായത് സൂപ്പർ കണ്ടക്ടർ മീസ്നർ എഫക്റ്റ് ഇൻകംപ്ലീറ്റ് ആവുന്ന കേസ്, അതായത് ഫീൽഡ് കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്ത് പോകുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ,
കുറച്ച് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ പോകുന്നുണ്ട്. സോ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ HCQ എത്തുന്ന സമയത്ത് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറി. അതായത് അവിടെ എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്ത് എക്സ്പെല് ചെയ്ത് പോകുന്നുണ്ട്. ഡയമാഗ്നറ്റിസം അവിടെ HCQനെ അപേക്ഷിച്ച് അപ്പുറത്തേക്ക് എന്താണ് കാണിക്കുന്നില്ല. ഓക്കെ, അതായത് ഫ്ലക്സ് അവിടെ നടക്കുന്നില്ല, പെനെട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു കേസിൽ. അപ്പോൾ ഈ ഒരു റീജിയൻ HC1 മുതൽ HC2 വരെയുള്ള റീജിയന് പറയുന്ന പേരാണ് വോർട്ടസ് റീജിയൻ. അപ്പോൾ ഇതിൻ്റെ ഒരു മാഗ്നറ്റിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം വളരെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു സോഫ്റ്റ് സൂപ്പർ ടൈപ്പ് 1. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു കേസിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ അലോയിൻ്റെ കേസിലും അതുപോലെ മെറ്റാലിക് കോമ്പൗണ്ടിൻ്റെ കാര്യത്തിൻ്റെ കേസിലാണെങ്കിലും സൂപ്പർ കണ്ടക്ടർ വയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും കുറേ അധികം യൂസേജ് ഈ ഒരു ടൈപ്പ് 2 മെറ്റീരിയൽസിന് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടെമ്പറേച്ചറും ഇലക്ട്രോൺസും തമ്മിലുള്ള ഒരു കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു സൂപ്പർ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സൂപ്പർ കണ്ടക്ടർ നമ്മൾ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0 കെൽവിൻ ആവുന്ന സമയത്ത്, ടെമ്പറേച്ചർ 0 കെൽവിൻ ആവുന്ന സമയത്ത് 2 തരം ഇലക്ട്രോൺസാണ് ഉള്ളത്. ഒന്ന് സൂപ്പർ ഇലക്ട്രോണും ഒന്ന് നോർമൽ ഇലക്ട്രോണും. നോർമൽ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നോർമൽ സ്റ്റേറ്റിൽ ബിഹേവിയർ കാണിക്കുന്നതാണ്. NS എന്ന് പറയുന്നത് സൂപ്പർ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ കാണിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെ കേസിൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാം, NS + NN എന്നായിട്ട് നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ 0 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആവുന്ന കേസിൽ, ടെമ്പറേച്ചർ ഹൈ ആവുന്ന സമയത്ത് എല്ലാ ഇലക്ട്രോൺസും എന്ന് പറഞ്ഞതും, കാരണം അവിടെ നോർമൽ സ്റ്റേജാണ് കാണിക്കുന്നത്, ഗ്രേറ്റർ ദാൻ TC നോർമൽ സ്റ്റേജ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും അതൊരു നോർമൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ടെമ്പറേച്ചർ നമ്മൾ കുറക്കുകയാണ് ഇഫ് TC = TC ആവുന്ന സമയത്ത്, TC ആവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നോർമൽ ഇലക്ട്രോൺ എന്ന് പറയുന്നതിലേക്ക് കംപ്ലീറ്റ്ലി നോർമൽ ഇലക്ട്രോൺ ആവും. കംപ്ലീറ്റ്ലി നോർമൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ കാണിക്കുകയാണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാം, TC = TC വരെ നോർമൽ ഇലക്ട്രോൺ ആയിരിക്കും എല്ലാ ഇലക്ട്രോൺസിനും ഉണ്ടാവുക. ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ടെമ്പറേച്ചർ കുറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും TC ആണെങ്കിലും എല്ലാ ഇലക്ട്രോൺസും എന്ന് പറയുന്നത് എന്തായിരിക്കും, നോർമൽ ഇലക്ട്രോൺസ് ആയിരിക്കും. ടെമ്പറേച്ചർ നമ്മൾ TCനേക്കാൾ കുറക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറച്ച് നോർമൽ ഇലക്ട്രോൺസ് ഉണ്ടാവും, കുറച്ച് സൂപ്പർ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതായത് നോർമൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് ട്രാൻസിഷൻ നടക്കാൻ പോവുകയാണ്. എന്തിലേക്ക്, സൂപ്പർ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷനിലേക്ക്, സൂപ്പർ ഇലക്ട്രോണിൻ്റെ ബിഹേവിയറിലേക്ക് ട്രാൻസിഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് NXൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് NXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുകയും ചെയ്യും. NNൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നോർമൽ ഇലക്ട്രോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യും. ബട്ട് ടോട്ടൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സൂപ്പർ ഇലക്ട്രോൺ കൂടുകയും നോർമൽ ഇലക്ട്രോൺ കുറയുകയും ചെയ്യുന്നു. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അങ്ങനെയാണെങ്കിൽ ഇഫ് TC = 0 കെൽവിൻ എത്തുന്ന സമയത്ത്, ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി, അതായത് നോർമൽ ഇലക്ട്രോൺ എല്ലാം കംപ്ലീറ്റ്ലി എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, സൂപ്പർ ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കും. അപ്പോൾ 0 കെൽവിൻ എത്തുന്ന സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, സൂപ്പർ ഇലക്ട്രോൺസിന് ഈക്വലൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മളൊരു പ്രോസസ്സ്. അതായത് ഇവിടെ നടക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ആയിരിക്കും. സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരെയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിന്, ഈച്ച് കപ്പാസിറ്റിക്ക് ഡിസ്കണ്ടിന്യൂറ്റി വന്നിട്ടാണ് ഇവിടെ ചേഞ്ച് നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിന്, ആ ഒരു ട്രാൻസിഷനാണ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു തരത്തിലുള്ള ട്രാൻസിഷൻ ആയിരിക്കും ഇവിടെ ഇലക്ട്രോൺസുകൾ, നോർമൽ ഇലക്ട്രോണും സൂപ്പർ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്യുക, നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലണ്ടൻ ഇക്വേഷൻസ്. ഓക്കെ, ലണ്ടൻ ബ്രദേഴ്സ് 1935 2 ഇക്വേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചോദിച്ചാൽ സീറോ റെസിസ്റ്റൻസും
സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറഞ്ഞത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പെർസിസ്റ്റൻ്റ് കറണ്ട്. ആ കറണ്ടിനെ കുറിച്ചും ആണ് ഒന്നാമത്തെ ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ. സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുന്നത് മെസ്നർ എഫക്റ്റിനെ കുറിച്ചും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റിന് അല്ലെങ്കിൽ രണ്ട് പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് രണ്ട് ഇക്വേഷൻസ് ലണ്ടൻ ബ്രദേഴ്സ് 1935 എന്ത് ചെയ്തിട്ടുണ്ട്, ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ ഇലക്ട്രോണിൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ Vx ഒക്കെ എടുക്കുകയാണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് Vx ഒക്കെ എടുക്കുകയാണ്. അതിനാണെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നുള്ളത് mdvs/dt -e ഇൻറ്റു ക്യാപിറ്റൽ E എന്നതാക്കി എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു dvx/dt -e/m ഇൻറ്റു E, where E is the electric field which arises from the material for accelerating the super electron without any dissipation. അതായത് വെലോസിറ്റി ഉണ്ട്, ഈ വെലോസിറ്റി മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ് E എന്ന് പറയുന്നത്. ദാറ്റ്സ് കോൾഡ് ട്രാൻസിയൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു സൂപ്പർ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് Jx -nx EVx എന്ന റിസൾട്ട് നമുക്കറിയാം. ദെൻ dJx/dt ns ഒരു കോൺസ്റ്റൻ്റ് ആണ്, E ഒരു കോൺസ്റ്റൻ്റ് ആണ്, വെലോസിറ്റി മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് dvs/dt. ദാറ്റ് ഈസ് -nx E dvs/dt എന്ന് പറഞ്ഞാൽ എന്താണ്, -e/m ഇൻറ്റു E. ദാറ്റ് ഈസ് ഈക്വൽ ടു dJx/dt മൈനസ് ഉണ്ടാവില്ല, പ്ലസ് ആവും, E²/m ഇൻറ്റു E. ദിസ് ഈസ് ദ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ dJx/dt എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് Js ഈസ് എ കോൺസ്റ്റൻറ്റ്. Js എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. കറണ്ട് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നോട്ട് വേരി ചെയ്യുന്നില്ല കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റഡി കറണ്ട് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി കറണ്ട് പാസസ് ത്രൂ ദ സൂപ്പർ കണ്ടക്ടർ, ഇതാണ് നമ്മൾ ഒന്നാമത്തെ കേസ് പറയുന്നത്. ഓക്കെ, ഒരു നോർമൽ ഇലക്ട്രോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, σE ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ E = 0 ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി = 0 ആയിരിക്കും. അതായത് അവിടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ. ഇത് സൂപ്പർ കറണ്ടുമായി ബന്ധപ്പെട്ടും സൂപ്പർ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടും ഇത് നോർമൽ ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മാക്സ്വെൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് E = ρJ. J എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി, ρ = 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. വി ഹാവ് ∇ × E = മാക്സ്വെൽ ഇക്വേഷൻ ∇ × E = -dB/dt. ഇവിടെ E = 0 ആണെങ്കിൽ dB/dt എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് B എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് B is a constant inside the superconductor at a steady state. ഓക്കെ, ഇനി ∇ × dJx/dt = nx E²/m ∇ × E. അതായത് നമ്മൾ ഒന്നാമത്തെ ലണ്ടൻ ഇക്വേഷനെ നമ്മൾ ∇ × ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ∇ × E -∂B/∂t. അപ്പോൾ മൈനസ് ഉണ്ടാവും, ns E²/m dB/dt. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ d/dt ഉണ്ട്, അതിനാണ് നമുക്ക് ∇ × ആണ്, ആണെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ d/dt ഓഫ് ∇ × Jx = ദിസ് വൺ. ഇവിടെയും d/dt ഉണ്ട്, ഇവിടെയും d/dt ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ∇ × Jx = -ns E²/m ഇൻറ്റു B എന്നെഴുതാം. ദിസ് ഈസ് ദ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ.
സെക്കൻഡ് ലണ്ടൻ ഇക്വേഷനാണ് ഇത് പറയുന്നത്. ഇറ്റ് ഗീവ് ദാറ്റ്സ് ഇഫ് ജെ എസ് ഇസ് കോൺസ്റ്റൻറ്റ്, കാൻഡിഡ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തിൻ്റെ കേസിൽ? ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷനിൽ. ബൈ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ കാൻഡിഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കാൻഡിഡ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽ ക്രോസ് ജെ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽ ക്രോസ് ജെ എക്സ് 0 ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും ഫ്രം ദിസ് ഇക്വേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് the magnetic flux is 0 or absent inside of the superconductor. അപ്പോൾ ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് 0, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് 0 അല്ലെങ്കിൽ ആബ്സെൻ്റ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്താവണം? ഈ സൂപ്പർ കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എക്സ്പെല് ചെയ്തു പോകണം. ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് മെസ്നർ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ മെസ്നർ എഫക്റ്റ് പറയുന്നത് ബൈ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിൻ്റെ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് നമുക്ക് പറയണം. ലണ്ടൻ പെനിട്രേഷൻ depth, that is lambda L, d by length അല്ല, penetration depth. ഓക്കെ, അപ്പോൾ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പെനിട്രേഷനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെപ്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സൂപ്പർ കണ്ടക്ടറിൻ്റെ കേസിൽ എന്തില്ല? പെനിട്രേഷൻ സംഭവിക്കുന്നില്ല. പക്ഷെ നോർമലിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പെനിട്രേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പെനിട്രേഷൻ അല്ല, സഡൻ പ്രോസസ്സ് അല്ല. അതായത് സാവധാനമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇജക്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലക്സിൻ്റെ ഒരു എന്താ പറയുക ഇജക്ഷൻ സംഭവിക്കുന്നത്. നോർമലിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്? പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കുന്ന സമയത്ത് സാവധാനം, നോട്ട് സഡൻ പ്രോസസ്സ്, സാവധാനം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇത് എക്സ്പെല് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത്, അതായത് ആ ഒരു ഡീക്കെ അല്ലെങ്കിൽ ആ ഒരു ഇജക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ്പോണൻഷ്യലി ഡീക്കെ ആയിട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ എക്സ്പോണൻ്റലി നമ്മൾ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെസ്നർ എഫക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സൂപ്പർ കണ്ടക്ടർ മാറുന്നത്. അപ്പോൾ ആ ഒരു ഡെപ്തിന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഇതിലുള്ള ഡെപ്തിന് പറയുന്ന പേരാണ് എന്ത്? പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ലാംഡ എൽ ഈസ് ദ ഡെപ്ത് ഓഫ് ദ പെനിട്രേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമുക്കറിയാം ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 Jx. ഓക്കെ, നമ്മൾ വീണ്ടും ഡെൽ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഡെൽ ക്രോസ് ബി ഈക്വൽ ടു μ0 കോൺസ്റ്റൻ്റ് ആണ് ഡെൽ ക്രോസ് Jx. ഓക്കെ, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ബാക്ക് മൈനസ് ക്യാപ്പ് റൂൾ വെച്ചിട്ട് ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു μ0 ഡെൽ ക്രോസ് Jx. ഡെൽ ഡോട്ട് ബി ഫ്രം മാക്സ്വെൽ ഇക്വേഷൻ 0 ആണ്. അപ്പോൾ മൈനസ് ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു μ0 ഡെൽ ക്രോസ് Jx. ഓക്കെ, ഡെൽ ക്രോസ് Jx എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രം സെക്കൻഡ് ഇക്വേഷൻ മൈനസ് NX E² ഡിവൈഡഡ് ബൈ M ഇൻറ്റു ബി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു μ0 NS E² ഡിവൈഡഡ് ബൈ M ഇൻറ്റു ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ലാംഡ L സ്ക്വയർ, where lambda L is equal to M divided by μ0 NX E² all raised to 1/2. This is the value for the London penetration depth. London penetration depth. ഓക്കെ, ഇനി ആ ഡെപ്ത് എക്സ്പൊണൻഷ്യലി ഡീക്കെ ആണ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് എക്സ്പൊണൻഷ്യൽ ഡീക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ ഡോ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ സീക്വൽ ടു 1 ഡിവൈഡ് ബൈ ലാംഡ L സ്ക്വയർ ഇൻറ്റു ബി എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഇതിനൊന്ന് സോൾവ് ചെയ്യാണ്.
സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ റിസൾട്ട് വരാം? ബി എക്സ് ഇസ് ഈക്വൽ ടു B0 എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ ലാംഡ എൽ. ഇതിൻ്റെ സൊല്യൂഷൻ ഈ ടൈപ്പ് സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. എക്സിനെ ഇങ്ങോട്ട് മാറ്റുക, ബീനെ ഇങ്ങോട്ട് മാറ്റുക, ഇത് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ ഈ രീതിയിലായിരിക്കും. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എൽ, പെനിട്രേഷൻ ഡെപ്ത് ആവുന്ന സമയത്ത് ബി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? B0 ഡിവൈഡ് ബൈ ഇ. അതായത് എക്സ്പൊണൻഷ്യലി ഡീക്കെ ആണെന്ന് നമുക്ക് പറയാൻ, ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡസ് നോട്ട് ഡ്രോപ്പ് സഡൻലി ടു 0 അറ്റ് ദ സർഫസ് ഓഫ് ദ സൂപ്പർ കണ്ടക്ടർ. ഇറ്റ് ഡീക്കെ 1/e of x value at a distance lambda L from the surface. The magnetic field decreases exponentially and becomes 0 inside the superconductor. ഓക്കെ, അതായത് ലാംഡ എൽ എത്തുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/e ടൈംസ് ഓഫ് ദ ഇനീഷ്യൽ വാല്യൂ ഫോർ ദ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, നമ്മൾ ഡിഗ്രീസ് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യുന്നു, സഡൻലി ഡ്രോപ്പ് അല്ല, നോട്ട് സഡൻലി ഡ്രോപ്പ്, ഇറ്റ് ഈസ് എക്സ്പൊണൻഷ്യലി ഡീക്കെ ആൻഡ് ബിക്കം 0. അപ്പോൾ അതിൻ്റെ കർവ് എന്ന് പറയുന്നത് ഈ ഷേപ്പിലേക്ക് നമുക്ക് കർവ് വരക്കാം. അതായത് ദിസ് ഈസ് എ ലെങ്ത്, ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് വിൽ ബി എക്സ്പൊണൻഷ്യലി ഡീക്കെ. എക്സ്പൊണൻഷ്യലി ഡീക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഇഫ് ലാംഡ ലെങ്ത് ഈസ് ഈക്വൽ ടു ലാംഡ എൽ, ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു B0 ഡിവൈഡ്, ദിസ് ഇസ് ദ വാല്യൂ ഫോർ ദ B0. B0 E divided by E ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടേക്കൺ ആക്സ് y ആക്സിസ്, ലെങ്ത് ഈസ് ടേക്കൺ ആക്സ് x ആക്സിസ്. ദ മാക്സിമം ഫീൽഡ് ഈസ് B0 ആൻഡ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു ലാംഡ എൽ, ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഈക്വൽ ടു B0 E divided by E. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡിഗ്രീസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലി ആണ് ആൻഡ് ബിക്കം 0 എപ്പോൾ? അറ്റ് മാക്സിമം ലെങ്ത്, അതായത് നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇത് കൂടി വരുന്ന സമയത്ത്. ഇനി ടെമ്പറേച്ചറുമായിട്ട് ഈ ലാംഡ എല്ലിനെ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ലാംഡ ഡി ഈക്വൽ ടു ലാംഡ 0 ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ TC ഓൾ റെസ്റ്റ് ടു 4 ഇൻറ്റു ദിസ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ഓൾ റെസ്റ്റ് ടു 1/2. ദിസ് ഈസ് ദ റിലേഷൻ ഫോർ ദ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറും പെനിട്രേഷൻ ഡെപ്തും തമ്മിലുള്ള റിലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇഫ് T ഈക്വൽ ടു 0, T ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഓഫ് ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ലാംഡ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ഓഫ് 0 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇഫ് ടെമ്പറേച്ചർ ഈക്വൽ ടു TC ആണെങ്കിൽ ലാംഡ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ ഡി എന്ന് TC ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരും. T ഈക്വൽ ടു TC ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ലണ്ടൻ പെനിട്രേഷൻ ഡെപ്തിനും അതുപോലെ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ പെനിട്രേഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെനിട്രേഷൻ്റെ ഡെപ്താണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് നമുക്ക് എക്സ്പൊണൻഷ്യലി ഡീക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ രീതിയിൽ നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷൻ രീതിയിലായിരിക്കും. നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് B0 ആയിട്ടാണ്. ഇവിടെയൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്, ദർ ഇസ് നോ ചേഞ്ച്. നമ്മൾ സൂപ്പർ കണ്ടക്ടറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വാല്യൂ കുറഞ്ഞു. ദെൻ പിന്നെ പോകുമ്പോൾ വാല്യൂ കുറയും, പിന്നെ വരുമ്പോൾ വാല്യൂ കുറയും. ഈ രീതിയിലായിരിക്കും എന്തുണ്ടാവുക, പെനിട്രേഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നത്, ഡിഗ്രീസ് ചെയ്ത് വരുന്നത്, അതായത് എക്സ്പൊണൻഷ്യലി ഡീക്കെ. ഇനി കറണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? J ഈക്വൽ ടു J0 എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലാംഡ എൽ. ഈ രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ കറണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിനനുസരിച്ചാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കറണ്ട് എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യും, ഡിഗ്രീസ് ചെയ്യും. അതും എക്സ്പൊണൻഷ്യലി ഡീക്കെ ആയിരിക്കും എന്തുണ്ടാവുക, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡീക്കെ ചെയ്യുന്നത്. എക്സ്പൊണൻഷ്യലി ഡീക്കെ ആയിട്ടായിരിക്കും കറണ്ടും അവിടെ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. കാരണം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പൊണൻഷ്യലി ഡീക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് എക്സ്പൊണൻഷ്യലി ഡീക്കെ ആണ്. സോ കറണ്ട് എന്ന് പറഞ്ഞതും അവിടെ എന്തായിരിക്കും, എക്സ്പൊണൻഷ്യലി ഡീക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ദ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. ഓക്കെ അല്ലേ?